വയനാട് ഹിൽ സ്റ്റേഷനിൽ നിന്നുള്ള അസ്തമയവും ഉദയവുമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. സാധാരണ നമ്മൾ ഉദയം എടുത്ത് അതിനുശേഷം അസ്തമയ കാഴ്ചകളിലേക്ക് പോകാറാണ്. ഇത് നേരെ തിരിച്ചാണ്. അസ്തമയം കാണിക്കുകയാണ് നിങ്ങളെ. ഇപ്പോൾ കാണുന്ന അസ്തമയം എന്ന് പറയുന്നത് വയനാട് വിളമ്പുകണ്ടത്തെ ടവർ ഹില്ലിൽ നിന്നുള്ളതാണ്. അതിമനോഹരമാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്. ചുവന്ന സൂര്യൻ്റെ കിരണമേറ്റ് മലനിരകളെല്ലാം തന്നെ ചുവന്ന് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് അതിമനോഹരമായി തന്നെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഉദയവും ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. 360 ഡിഗ്രിയിൽ നമുക്ക് വയനാട് കാണണമെങ്കിൽ ടവർ ഹില്ലിലേക്ക് വരാം. അയ്യോ, നല്ല തണുപ്പുണ്ട്. എന്ത് രസമുള്ള കാഴ്ചയെന്നറിയാം. അവിടെ ക്ലൗഡ് ബെഡാണ്. ഈ ഹൈറ്റിലൊക്കെ, നമ്മുടെ ഹൈറ്റിലൊക്കെ ക്ലൗഡ് ബെഡ് വരും. മഞ്ഞിങ്ങനെ മൂടിക്കിടന്നൊരു ബെഡ് പോലെ ഉണ്ടാവും. വളരെ രസമാണ്. കുറുമ്പാലക്കോട്ടയിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് കയറി വന്നിട്ടുണ്ട്. അയ്യോ, മറക്കില്ല കേട്ടോ നമ്മൾ ഈ കാഴ്ചയൊന്നും. അടിപൊളിയാണിത്. നല്ല മഞ്ഞും ഇവിടെ വേണം. നമ്മളിങ്ങനെ ഊഞ്ഞാലാടുക. വയനാടിൻ്റെ മോളിൽ കൂടെ ഊഞ്ഞാലാടുന്നൊരു ഫീലാണ്. ഈ സ്ഥലം ടവർ ഹിൽ എന്ന് പറയുന്നത് സാധാരണ ഒരു കുന്ന് കുന്ന് നമ്മൾ എല്ലാം കുന്നിൻ്റെ മുകളിലാണ്. പക്ഷേ ഇതൊരു കുന്ന് പോലെ ഉണ്ടാക്കിയെടുത്തതാണ്, മണ്ണൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ ആളാണ് ഇപ്പോൾ ഉള്ളത് സേവി ചേട്ടൻ. ദേവഗിരിയിലായിരുന്നു അല്ലേ? ദേവഗിരിയിലായിരുന്നു. ഇത് നിങ്ങൾ മണ്ണിട്ട് ഉയർത്തിയെടുത്തത്? മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഈ ഘടനയെ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് കുത്തനെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടുന്ന് ചെങ്കുത്തായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ മണ്ണിട്ട് 360 ഡിഗ്രി വയനാടിന്റെ വ്യൂ ഉണ്ടാക്കിയെടുത്ത. ഉദയവും അസ്തമയവും ക്ലൗഡ് ബെഡും എല്ലാം കണ്ട് ടവർ ഹില്ലിൽ നിന്ന് മടങ്ങുകയാണ്.